അമേരിക്കയിലെ ഒരു ശാന്തമായ ഗ്രാമത്തിൽ മരങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഒരു ചെറിയ വീടുണ്ട്. അവിടെ താമസിക്കുന്നത് എമിലി, ജെയിംസ്, അവരുടെ 6 മാസം പ്രായമുള്ള കുഞ്ഞ് നോഹ, ഒപ്പം അവരുടെ വിശ്വസ്ത ലാബ്രഡോർ നായ ലൂനെ. എമിലി ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറാണ്, കുട്ടികളോട് ഏറെ സ്നേഹമുള്ളവർ. ജെയിംസ് ഒരു എഞ്ചിനീയറാണ്, വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവർ. ലൂന അവരുടെ കുടുംബത്തിന്റെ പ്രിയപ്പെട്ട അംഗമാണ്. നോഹ ജനിച്ച ദിവസം മുതൽ അവന്റെ കൂടെ കിടക്കുന്നവർ. നോഹ ജനിച്ചതിനുശേഷം എല്ലാ രാത്രിയിലും ഒരേ സമയത്ത് ലൂന നോഹയുടെ കട്ടിലിനടുത്ത് ഇരുന്ന് മുരളാൻ തുടങ്ങി. ആദ്യം എമിലി ഞെട്ടിപ്പോയി. ലൂന എപ്പോഴും സൗമ്യയും സ്നേഹമുള്ളവളും ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ? എമിലി ലൂനയെ മുറിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അടുത്ത രാത്രിയും ഇത് ആവർത്തിച്ചു. ജെയിംസും എമിലിയും ആശയക്കുഴപ്പത്തിലായി. ലൂനയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അതോ മനുഷ്യർക്ക് മനസ്സിലാകാത്ത എന്തോ അവൾ അറിയുന്നുണ്ടോ? എമിലി രാത്രിയിൽ ലൂനയുടെ മുരളൽ കേട്ട് ഉറക്കമിളച്ചു. ഒരു രാത്രി അവൾ ഉറങ്ങാൻ കഴിയാതെ കരഞ്ഞു. നമ്മുടെ ലൂന എന്തിനാണ് ഇങ്ങനെ? നോഹയെ അവൾ സ്നേഹിച്ചിരുന്നില്ലേ? ജെയിംസ് ആലോചനയിൽ മുഴുകി. നമുക്ക് ഒരു ക്യാമറ വെക്കാം, എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം, അവൻ പറഞ്ഞു. അവർ നോഹയുടെ മുറിയിൽ ഒരു ബേബി മോണിറ്റർ ക്യാമറ വെച്ചു. അന്ന് രാത്രി ലൂന വീണ്ടും മുരളാൻ തുടങ്ങിയപ്പോൾ എമിലിയും ജെയിംസും സ്ക്രീനിനു മുന്നിൽ ശ്വാസം അടക്കിപ്പിടിച്ചു. പക്ഷേ ഒന്നും കണ്ടില്ല. ലൂന കട്ടിലിനടുത്ത് ഇരുന്ന് നോഹയെ നോക്കി മുരളുക മാത്രം. ഇത് എന്താണ്? എമിലി ആലോചിച്ചു. നമ്മൾ എന്താണ് മനസ്സിലാക്കാത്തത്? അവർ ലൂനയെ വെറ്റിനറിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ ലൂനയെ പരിശോധിച്ചു. ലൂന തികഞ്ഞ ആരോഗ്യവതിയാണ്, അവർ പറഞ്ഞു. പക്ഷേ നായ്ക്കൾക്ക് നമുക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങളോ മണങ്ങളോ അറിയാൻ കഴിയും. എമിലിക്കും ജെയിംസിനും ഒരു ഉത്തരവും കിട്ടിയില്ല. അവർ ഒരു ഡോഗ് ട്രെയിനറെ വിളിച്ചു. നിന്റെ വീട്ടിൽ ഗ്യാസ് ലീക്കോ മറ്റെന്തെങ്കിലും പ്രശ്നമോ ഉണ്ടോ? ലൂന അത് അറിഞ്ഞിട്ടാകാം, ട്രെയിനർ പറഞ്ഞു. വീട് പൂർണ്ണമായും പരിശോധിച്ചു. ഗ്യാസ്, വൈദ്യുതി, എല്ലാം ശരിയാണ്. എമിലിയും ജെയിംസും നിരാശരായി. ഓരോ രാത്രിയും ലൂനയുടെ മുരളൽ അവരെ ഉണർത്തി. നമുക്ക് ലൂനയെ മാറ്റേണ്ടി വരുമോ? എമിലി ഭയത്തോടെ ചോദിച്ചു. ജെയിംസ് മിണ്ടാതെ ഇരുന്നു. ലൂന അവരുടെ കുടുംബത്തിന്റെ ഭാഗമാണ്. അവളെ എങ്ങനെ വിട്ടുകൊടുക്കും? ഒരു രാത്രി എല്ലാം മാറി. എമിലി ലൂനയുടെ ഉച്ചത്തിലുള്ള കുരയും മുരളലും കേട്ട് ഞെട്ടി എഴുന്നേറ്റു. അവൾ നോഹയുടെ മുറിയിലേക്ക് ഓടി. ലൂന എമിലിയുടെ പൈജാമ പല്ലുകൊണ്ട് പിടിച്ച് അവളെ കട്ടിലിനടുത്തേക്ക് വലിച്ചു. എമിലി ഞെട്ടിപ്പോയി. അവൾ നോഹയെ നോക്കി. അവൻ ശ്വാസം എടുക്കുന്നില്ല. ജെയിംസ്, എമിലി നിലവിളിച്ചു. അപ്പോൾ ലൂന ഒരു ഉച്ചത്തിലുള്ള മുരളോടെ നോഹയെ മൂക്കുകൊണ്ട് തട്ടി. പെട്ടെന്ന് നോഹ ശ്വാസം വലിച്ചു കരയാൻ തുടങ്ങി. എമിലിയും ജെയിംസും ഞെട്ടിപ്പോയി. അവർ നോഹയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചു. നിന്റെ കുഞ്ഞിന് സ്ലീപ്പ് അപ്നിയ എന്ന അവസ്ഥയുണ്ട്, അവർ പറഞ്ഞു. ഉറക്കത്തിൽ ശ്വാസം താൽക്കാലികമായി നിന്നുപോകുന്നു. ലൂന അത് അറിഞ്ഞ് നിന്നെ ഉണർത്തിയതാണ്. അവൾ നിന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചു. അന്ന് രാത്രി എമിലിയും ജെയിംസും ലൂനയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. നീ ഞങ്ങളുടെ കാവൽ മാലാഖയാണ്, എമിലി പറഞ്ഞു. ലൂന അവരെ നോക്കി, കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞു. അവൾ ഒരു നായ മാത്രമല്ല, അവരുടെ കുടുംബത്തിന്റെ ഹീറോ ആയിരുന്നു.